Zubin from team Zubinology. What an introduction to start. Okay. I expect it. Fully overtake you. Welcome to Sorabara by team Zubinology. നമ്മുടെ ഫസ്റ്റത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും സജലിൻ്റെ that you should be the first episode. Thank you so much. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ വഴിയാലെ ആ കഥ അറിഞ്ഞോളും. പക്ഷെ നമ്മൾ ഈ സൊറവറ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചെറിയൊരു ക്ലൂ ഹിൻസ് നമ്മൾ തന്നിരുന്നു. ഇറ്റ്സ് എ കുക്കിംഗ് ഷോ. ബട്ട് ഹൂ ഇസ് സന? സന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ലായിരിക്കും. സനിസ്റ്റ് എന്നൊരു പേരായിട്ടാണ്. എന്നെക്കാളും കൂടുതൽ ഐ തിങ്ക് നിങ്ങളെയാണ് കൂടുതൽ അറിയുന്നത്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന മേഖലയിൽ വളരെയധികം പേര് സ്ഥാപിച്ച് ഒരു സീലടിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ മെയിൻ ഇന്നത്തെ എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാണിക്കുന്നത് കുക്കിംഗ് മേഖലയിലാണ് കാണിക്കാൻ പോകുന്നത്. ബട്ട് ഫൈനലി വി ആർ ഹിയർ. ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അടിപൊളി സംഭവം. യൂഷ്വലി ഞാൻ ഈ ഒരു സൊറബറ എന്ന് പറഞ്ഞ ഒരു സീരീസ് പ്ലാൻ ചെയ്തത് ദാറ്റ് വി ഗിവ് ദെം എ റെസിപ്പി ആൻഡ് ദേ ഹാവ് ടു കുക്ക്. പക്ഷെ പുള്ളി എന്നോട് ഒരു കാര്യം ഇങ്ങോട്ടൊരു റെസിപ്പി പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർക്കും അതൊരു വെറൈറ്റി റെസിപ്പി ആവാം. നോട്ട് വെറൈറ്റി ഒന്നുമല്ല, ഞാനിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു മാസം എന്തായാലും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കും. എളുപ്പമാണ്, സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. അതുകൊണ്ട് ഞാൻ പ്രേക്ഷകർക്ക് എല്ലാം വേണ്ട അത് തന്നെയാണ്, സിമ്പിൾ ആൻഡ് നോൺ വെജ്. സോ ദി ഇൻഗ്രീഡിയൻസ് ഇസ് ഔട്ട് ഹിയർ. അപ്പോൾ സന പ്ലീസ്. യെസ്, അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ, ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 2 പാർട്ടായിട്ട് തരം തിരിക്കാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കണം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കൻ ആണ് ആൻഡ് എഗ്സ്. ചിക്കൻ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉള്ളി കട്ട് ചെയ്യണം. ഉള്ളി കട്ട് ചെയ്യാൻ പോകുന്നത്. സന എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡെപ്തിലേക്ക് കടക്കാം, മുങ്ങാം. ഓക്കെ ഫൈൻ. നിങ്ങളിപ്പം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പല കൊലാബ്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ വരെ എത്തിയൊരു കാര്യം മാത്രമാണ് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ട്, ഒരു ഡിസിഷൻ സ്റ്റേജ്. അതെ, അത് എടുത്ത് പിന്നെ നമുക്കറിയാം ഈ ഒരു ഡിസൈഡ് ചെയ്യുമ്പോൾ പല വിമർശനങ്ങളും നിങ്ങളെ ജീവിതത്തിൽ 100% വന്നിട്ടുണ്ടാവും. സോ വിമർശനം എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് മെയിൻലി വരുന്നത് എൻ്റെ ഫാമിലിയിൽ നിന്ന്, എൻ്റെ ഫാദർ ആൻഡ് മദർ പറയുന്ന കാര്യം പഠിച്ചൊരു ജോലിയല്ല ചെയ്യുന്നതെന്നുള്ളതാണ്. ഐ എം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുറ്റിപ്പുറം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അതിലേക്ക് തിരിഞ്ഞിട്ട് ആ ഒരു ജോലി ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ആദ്യം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ബട്ട് ദിസ് ഈസ് വാട്ട് മേക്സ് മീ ഹാപ്പി ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് വാട്ട് ഐ എം ഡൂയിങ്. അപ്പോൾ ഇത് തുടങ്ങാനുള്ള കാര്യം ശരിക്കും നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒരു 4-5 years ബാക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇപ്പം വോട്ട് ആയാം എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചൊരു കാര്യമായിരുന്നില്ല. അത് ഇവോൾവ് ചെയ്ത് വന്നൊരു കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാണ്ട് നമുക്ക് എന്താണോ ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് സ്വന്തം വിത്ത് മൈൻഡ്, ഹാർട്ട്, ബോഡി ആൻഡ് സോൾ നമ്മൾ ചെയ്യുക. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല, ഒരാളെയും വിഷമിപ്പിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഔട്ട്കം കൊണ്ടുവരുന്നതെങ്കിൽ definitely you are successful. Very strong message. Yeah, very strong I message. strongly believe in this. കാരണം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ പാടില്ല. ഇപ്പം അത് പാരൻസ് ആണെങ്കിലും ഒരു നമ്മളെ ഫാമിലിയിലെ ഒരാൾ പറയുന്നത് പോലെ ആയിരിക്കരുത്. ഓഫ് കോഴ്സ് നിങ്ങൾ പാരൻസായിട്ട് ഡിസ്കസ് ചെയ്യണം, ബട്ട് നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഡെഡിക്കേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അത്. ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഏതൊരു ജോലിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എന്ത് കുഞ്ഞ് ടാസ്ക് ആണെങ്കിലും ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ നട്ടപ്പരാന്ത് 4ാം വയസ്സിൽ തുടങ്ങിയെന്നുള്ളൊരു കേൾവിയാണ് നമ്മൾ കേട്ടത്. ഞാൻ ഈ പണ്ട് മുതലേ ഈ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിനെ കുറിച്ചാണ് പുള്ളിക്കാരത്തി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എൻ്റെ പാരൻസിന് അറിയായിരുന്നു എനിക്ക് ഇതിനൊക്കെ ഇഷ്ടമുണ്ട് എന്നുള്ളത്. സോ ഞാൻ എന്തും ചെയ്യും, ലൈക്ക് പേപ്പർ ക്രാഫ്റ്റ്സ് ചെയ്യും, ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യായിരുന്നു. 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ ഉമ്മാൻ്റെ ഒരു ചുരിദാർ ഇങ്ങനെ കട്ട് ചെയ്ത് എൻ്റെതായ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ സ്കൂളിലൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു. 8th സ്റ്റാൻഡേർഡിൽ നിന്ന് തുന്നൽ പഠിച്ച് സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനൊക്കെ പഠിച്ചു. പക്ഷെ അതൊന്നും എനിക്ക് ഈ പേപ്പർ ക്രാഫ്റ്റ്സ് എന്നുള്ള സാധനം കംപ്ലീറ്റ്ലി ഒരു ക്യാപ്റ്റിവേറ്റഡ് ആയ പോലെയായി. ഞാൻ ഇതിൽ മാത്രമായി. റൈറ്റ് നൗ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സ്ക്രാപ്പ് ബുക്സ്, ആൽബം, ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ടുണ്ട്. ഉമ്മ എന്നെ എല്ലാത്തിനും ചേർത്തിരുന്നു. ഡാൻസിന് ചേർത്തിരുന്നു, പാട്ട് പഠിപ്പിക്കാം, എല്ലാത്തിനും. വാട്ടർ കളർ. നോ, ഐ ഡോണ്ട് സിങ് മാൻ. ഇത് ലൈക്ക് ഉമ്മ കൊണ്ടുപോയി ചേർത്തി എനിക്ക് കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ലൈക്ക് 1 മാസം മാത്രം പോയി ഞാൻ തിരിച്ചു വന്നു. ഇപ്പം ഞാൻ എപ്പോഴും ഒരാളോട് പറയുകയാണെങ്കിൽ എൻ്റെ സ്ട്രെങ്ത്തിനുള്ള മെയിൻ റീസൺ ഇസ് മൈ മോം. എൻ്റെ ഉപ്പ ഇല്ല എന്നുള്ളതല്ല, ബട്ട്
ഇറ്റ്സ് മൈ മോം. കാരണം കൂടെ നിന്ന് എല്ലാത്തിനും വാങ്ങി ചെയ്യും എനിക്ക് പറ്റും എന്നുള്ളതിൽ എല്ലാത്തിനും കൊണ്ടുപോകും. ബട്ട് മേ ബി എൻ്റെ ഇപ്പം വാട്ട് ഐ ആം എന്നുള്ളതിൻ്റെ കാരണം മെയിൻ റീസൺ മൈ മോമാണ്. സോ പാന് ചൂടായി. യു നീഡ് 2 tablespoons ഓഫ് ഓയിൽ. എനിക്കൊരു കണക്കറിയാം, അതുകൊണ്ടാണ് സ്പൂണൊന്നും ഉപയോഗിക്കാത്തത്. +2 കഴിഞ്ഞവിടെ അങ്ങ് കെട്ടിച്ച് വിടുന്ന ഒരു തോട്ടാണ് പൊതുവേ ഉള്ളത്. നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇതിങ്ങനെ +2 കഴിഞ്ഞവിടെ കെട്ടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ബട്ട് എൻ്റെ ഒരു ഫാമിലിയിലോ എൻ്റെ ഒരു സൊസൈറ്റിയിലോ അങ്ങനത്തെ ഒന്നും ഇല്ല. ഇപ്പൊ എല്ലാവരും പഠിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ എല്ലാവരും മാറ്റിയേക്ക് നമ്മുടെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയി വരുന്നുണ്ട് എന്ന് വെച്ചാൽ കെട്ട ആ ഒരു കാരണമാക്കി മാറ്റൊന്നും വേണ്ട. ബട്ട് അഗെയിൻ എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ചിന്ത പല ഉമ്മമാരും നന്നായിട്ട് എസ്പെഷ്യലി നോർത്ത് മലബാർ തലശ്ശേരിയായാലും മാഹിലായാലും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ളൊരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുമുണ്ട്. നിങ്ങളത് ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കെട്ടാൻ മുട്ടിയപ്പോൾ ഉറപ്പാണോ? ഒരുതരം രണ്ട് ഇത് വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട്. പറയുവേ. സോ ആദ്യം തന്നെ we are putting curry leaves. So curry leaves ഇട്ട്, that is the first ingredient. Now you can continue. ചോദിക്കാൻ വന്ന കാര്യം MES കുറ്റിപ്പുറത്തിന്റെ പാർക്കിങ്ങിലുള്ള നിങ്ങൾ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളെ മനസ്സിൽ എന്തായിരുന്നു? ഞാൻ പറയില്ല, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. വേറൊരു ഡിസൈനിങ് കോഴ്സ് പഠിക്കണം, അതിനെ പറ്റിയുള്ള പ്രോപ്പർ നോളജ് ഇല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 5 ചില്ലി ഞാൻ ഇങ്ങനെ കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചത്. ഓക്കെ ദിസ് ഇസ് ഇനഫ്. 3 ഉള്ളി ഞാൻ കുഞ്ഞു കട്ട് ചെയ്തിട്ട് ഓക്കെ നൗ യു സേ. അപ്പോൾ ഐ ഡിസൈഡഡ് എന്തായാലും എഞ്ചിനീയറിംഗിന് പഠിക്കാന്നുള്ളത്. എനിക്ക് കമ്പ്യൂട്ടർ സയൻസിനായിരുന്നു കിട്ടിയത്. പിന്നെ പാരൻസിന് എല്ലാവർക്കും ഇഷ്ടം അത് തന്നെയായിരുന്നു. സോ ഐ ഡിഡ് ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു ഫീൽഡ് ചൂസ് ചെയ്യുമ്പോൾ ഉറപ്പാണോ നിങ്ങൾ വീണ്ടും ചിന്തിച്ച് ഒരു ഞാനിത് ചെയ്യണോ ചിന്ത? ആക്ച്വലി ഞാൻ +2 ബയോമാത്സ് ആയിരുന്നു, ബയോളജി. എന്തെല്ലാം പഠിച്ചത്? അപ്പോൾ അന്നേരം എൻ്റെ ഉമ്മാക്ക് ആഗ്രഹം എന്നെ ഡോക്ടർ ആക്കണം എന്നായിരുന്നു. അപ്പോൾ ഡിസൈഡ് ചെയ്തു, എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. 2018 പാസ് ഔട്ട് ആണ് ഞാൻ. ബട്ട് അവിടുന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ ഒന്ന് വളരാൻ എന്നെ സഹായിച്ച കാര്യം ആ എഞ്ചിനീയറിംഗ് ലൈഫായിരുന്നു. ആ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു? ഞാൻ തുടങ്ങിയത് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്നതിന്, അതായത് +2 കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടാവല്ലോ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആ പോയിന്റിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ 2014. അപ്പോൾ എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ട് സോഷ്യൽ മീഡിയ. അങ്ങനെ അങ്ങ് വളർന്നു വന്നിട്ടില്ല എല്ലാവരും. ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് ഉപയോഗിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, നമ്മൾ പഠിച്ചു വരുന്ന ഒരു പീരീഡ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ കോളേജ് ലൈഫ്? ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വാസ്? ഇറ്റ് വാസ് ഗുഡ്. കാരണം ഓഫ്കോഴ്സ് നമ്മൾ പൈസയും കൊടുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാരൻസ് ഉണ്ട്, അവർക്കൊരു ഹോപ്പ് ഉണ്ട്, റൈറ്റ്? നമ്മൾ നല്ല രീതിയിൽ അത് സക്സീഡ് ചെയ്യണം എന്നുള്ളത്. ഫെയിൽ നിങ്ങൾ കോളേജിൽ എന്തെങ്കിലും ഒരു ഘടകത്തിൽ ഉണ്ടായിരുന്നു? ഫെയിം ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ യൂസ് ചെയ്യുന്നത് ബിസിനസ് ഓണറാന്നുള്ളതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ അറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. വൺ ഓഫ് ദ വെരി ഫസ്റ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് തന്നെ കോളേജിൽ നിന്നായിരുന്നു. ഓരോ ആൾക്കാർ തരുത്തും, പിന്നെ ഹോസ്റ്റലിൽ ഞാൻ ഉണ്ടാക്കും, വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ. കോളേജിലെത്തി, സെക്കൻഡ് ഇയർ എത്തി, ഓർഡേഴ്സ് തരാൻ തുടങ്ങിയ ആൾക്കാർ സ്ലോലി ഞാൻ മെല്ലെ ബിൽഡ് ചെയ്യാണ്. 0 followers. പിന്നെ ഒരു കോളേജ് എൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു 10K ഹിറ്റ് ചെയ്തു. സോ പീപ്പിൾ ആർ ലൈക്ക് 2018 ഇഷ്ടംപോലെ ആൺ ചെറുക്കന്മാർ ഉണ്ടായിരുന്നു. ചോദ്യം കംപ്ലീറ്റ് ചെയ്യാൻ വിടുന്നില്ല. പ്രൊപ്പോസൽസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടാവല്ലോ, നിരവധി. നിരവധി എന്ന് പറയാൻ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ നിരവധി എന്തായാലും വന്നിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് പറയാം. നല്ല ടേംസിലാണ് എല്ലാവരുടെ അടുത്തും ഇപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങളിപ്പം 2018 പാസ് ഔട്ട് ആയിട്ട് there's a lot of gap from 2018 to I think your wedding happened 2019. 19. ആ ഒരു ഫേസ് എങ്ങനെയായിരുന്നു? ആ ഒരു ഫേസ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതും ഫോക്കസ് ചെയ്തതും കൂടുതൽ ആ ഒരു ഫേസ്. കാരണം കോളേജ് കഴിഞ്ഞ് അന്ന് ഫെയർവെൽ കഴിഞ്ഞ് ജസ്റ്റ് വീട്ടിലെത്തുന്നതും പിന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇതെങ്ങനെ ഗ്രോത്ത് ആക്കാം, എൻ്റെ ഒരു ബ്രാൻഡ് എന്നുള്ളത് എങ്ങനെ വളർത്താം എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ്. ഈ സാനിസ്റ്റ് എങ്ങനെയാണ്? അത് എനിക്കിപ്പം പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ക്ലീഷേ ആയിട്ട് തോന്നും. ഇറ്റ്സ് ലൈക്ക് ഞാൻ എന്നെ ആർട്ടിസ്റ്റ് എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം അന്ന് ഭയങ്കര ഒരു നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, റൈറ്റ്? അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ ഇട്ടു. പിന്നെ പലപ്പോഴും പല ടൈമിലും ഐ ഫീൽ ലൈക്ക് ഇത് മാറ്റണം, അതൊരു കുഞ്ഞി പേരല്ലേ, ഐ മീൻ ഒരു കുട്ടിക്കളി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സാനിസ് ലൈക്ക് മൈ നെയിം ഇസ് സന ആൻഡ് പീപ്പിൾ കോൾ മീ ആർട്ടിസ്റ്റ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയ ഒരു പേരാണ്. ബട്ട് ലേറ്റർ ഇറ്റ്സ് ലൈക്ക്
സന പ്ലസ് ആർട്ടിസ്റ്റ് നാനിസ്റ്റ് എന്നുള്ള പേര്. ബട്ട് ലേറ്റർ ഐ ഹാവ് ലൈക്ക് എനിക്ക് ഒരുപാട് പ്രാവശ്യം തോട്ട് പോയിട്ടുണ്ട് ഇത് മാറ്റണം, ഇത് രസമില്ല, അല്ലെങ്കിൽ ഒരു സന പ്ലസ് ആർട്ടിസ്റ്റ് അങ്ങനെ. പക്ഷേ So is your name Zana or Sana? It's Sana, but sometimes people call me ഒരു അങ്ങനെ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ പേരാ. ബട്ട് സംടൈംസ് മാറ്റണം എന്ന് ഫീൽ ചെയ്തപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഐ ഫീൽ ആ ഒരു പേരാണ് ഇത്രയാക്കിയത്, ബട്ട് ഐ ഷുഡ് നോട്ട് ചേഞ്ച് ഇറ്റ് എന്നുള്ളത്. ദാറ്റ് ഇസ് ഇറ്റ്. എല്ലാ ആസ്പെക്ട്സിലും നോക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ വെഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു ഫാക്ടറാണ്. നമ്മൾ പാരന്റ്സിനെ വിട്ട് ജീവിക്കേണ്ട ഒരു ടൈമാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു ഫേസ് ആണ്. സോ ഒരു പുതിയ വ്യക്തി തീരുമാനം എടുക്കാൻ പോകുന്ന ഒരു ഫേസ് ആണ്, അതാണ് ഏറ്റവും വലിയ. യെസ് എക്സാക്ട്ലി. പിന്നെ നമ്മൾ ഓഫ്കോഴ്സ് അത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒബ്വിയസ്ലി നിങ്ങളുടെ ചിന്ത വെഡ്ഡിങ്ങിലേക്ക് പെട്ടെന്ന് പോവാൻ സാധ്യതകൾ കുറവാണ്, ബിക്കോസ് യു ഫോക്കസ് ഓൺ സംതിങ്. നിങ്ങൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വരും ഇതൊരു തടസ്സമാവുമോ ജീവിതത്തിൽ? നെവർ. ഐ വിൽ ടെൽ യു ദാറ്റ്. അപ്പോൾ കോളേജ് കഴിഞ്ഞത് 2018 നമ്മൾ ഗ്രാജുവേറ്റ് ആവുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ എൻ്റെ ക്ലാസ്സിലെ ഒരു 90% ഗേൾസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കുട്ടികൾ മാത്രമേ റിമൈനിങ് ആയിട്ടുള്ളൂ. അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെ കാര്യമായിട്ട് ഇവിടെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ചിന്ത ഒന്നും പപ്പാക്കും ഉമ്മാക്കും വരുന്നൊന്നുമില്ല. ഒരു സീരിയസ് ആയിട്ടില്ല. അല്ല, ഒരു സീരിയസ് ലൈക്ക് ഐ ഹാവ് എ ബ്രദർ. അപ്പോൾ മൂപ്പര് കാര്യത്തിലാണ് മൂപ്പര് ഫോക്കസ് ആയത്, മൈ പാരന്റ്സ്. ബട്ട് എൻ്റെ പാരന്റ്സ് നിങ്ങളെ ബോൾഡ് സ്റ്റെപ്പ് എടുത്തല്ലോ. ബട്ട് ആക്ച്വലി എൻ്റെ പാരന്റ്സ് എനിക്ക് വിട്ടാന്നിരുന്നു, എനിക്ക് ടൈം ആവുമ്പോൾ യു ക്യാൻ ടെൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ റൈറ്റ് ടൈമിന് അവരെടുത്ത് പറഞ്ഞു, ദേ അഗ്രി ടു ഇറ്റ്. രണ്ട് ടൊമാറ്റോസ്, രണ്ടെണ്ണം. ഓക്കെ. ആ ട്വിസ്റ്റ് കഴിഞ്ഞു, പുള്ളിയുടെ ജീവിതത്തിൽ ഒരു സോൾമേറ്റ് വന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇനി ഓരോ ഘടകവും വീണ്ടും. അത് നേരത്തെ കുറച്ച് കാര്യങ്ങൾ പുള്ളി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇസ് വെരി സപ്പോർട്ടീവ് ആൻഡ് പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു നോൺ സപ്പോർട്ടീവ് വശം ഉണ്ടാവുമല്ലോ, ഉണ്ടാവാതൊന്നിരിക്കൂല. ഉണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്യുന്നത് ശരിയല്ല തോന്നുന്നതാണെങ്കിൽ ഹിൽ കറക്റ്റ് മീ. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണെങ്കിൽ ഹീ ഈസ് എ മെയിൻ എലമെന്റ് എന്ന് പറയാം. എന്തിനും ഹെൽപ്പായിട്ട് ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യാനാണെങ്കിലും പറഞ്ഞാണെങ്കിലും ഹിൽ ടെൽ മീ. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ പുറത്തൊരു പബ്ലിക്കിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ. സോ ഹിൽ ടെൽ മീ, ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ കറക്റ്റ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കുമോ? ഓഫ് കോഴ്സ്, 100%. And how is his reaction? He'll be like it is good to go എന്നാണെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. 2020 a very different stage ആയിരുന്നു നമ്മളെല്ലാവർക്കും, നമ്മുടെ ദുനിയാവിലെ എല്ലാവർക്കും, എസ്പെഷ്യലി ഫോർ എക്സ്പാറ്റ്സ് ഹിയർ. ഒബ്വിയസ്ലി ഹസ്ബൻഡും ഞാൻ തോന്നുന്നു 14 to 1 month വർക്ക് അറ്റ് ഹോം എന്നൊരു അവസ്ഥയായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് ടൈം പാസ് ചെയ്തത്? പറയാം. സോ നമുക്ക് ഇതിലേക്ക് മസാല ഇടാം. ആദ്യം മഞ്ഞൾപ്പൊടി, ഓക്കെ, കാല് മതി. ഓക്കെ, മുളക് പൊടി, വി ക്യാൻ പുട്ട് ഒരു 3/4. ഓക്കെ, മല്ലിപ്പൊടി ഒരു ഫുൾ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം പോകുന്നത് വരെ പിന്നെയും സോർട്ട് ചെയ്യാൻ. 2020 ജാനിലാണ് ഞാൻ വന്നത്. എന്നെ ഇവിടെ കുറച്ചൊരു മഴയായിരുന്നു. ഞാൻ വന്ന ടൈമിൽ കുറച്ച് മഴ പെയ്തിരുന്നു. പിന്നെ പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതിൻ്റെ പിറ്റത്തെ വീക്ക് തന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് വീക്ക് മുതൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ ഇറ്റ്സ് ബീൻ 9 months ഹി ഈസ് വർക്കിംഗ് ഫ്രം ഹോം. പ്രൊഫഷണൽ ഒരു കുക്കായത് ഈ ഒരു ഘടകത്തിലാണ്. ഓഫ് കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു ഇയർ ആണ് എനിക്ക് 2020. അതിപ്പോൾ പേഴ്സണൽ ലൈഫിലായാലും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ മിങ്കിൾ ചെയ്യുന്നതാണെങ്കിലും എല്ലാം ആ ഒരു പീരീഡ് കാരണം നമുക്ക് ഒരുപാട് അടുത്തറിയാൻ പറ്റി. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഇയർ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ ബ്ലെസ്സിങ്. നെഗറ്റീവ് സൈഡല്ല ഒരിക്കലും ഒരു വർക്ക് ഫ്രം ഹോം ആയത്. നെഗറ്റീവ് സൈഡ് ഒരിക്കലും ഇല്ല എന്നല്ല, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ബട്ട് ഹൗ യു ടാക്കിൾ it and take the positive and move forward. Yes, exactly. പക്ഷെ അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നിരിക്കും. അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു ഇരിക്കും, അവിടെയാണ് നമ്മളെ വിജയം. അതിപ്പം ഹസ്ബൻഡ് മാത്രമല്ല, നമ്മൾ ലൈഫിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പം പോസിറ്റീവ് മാത്രമായിട്ട് ഒരു ദിവസം നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ ലൈഫിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ചാലഞ്ചസും ചെറിയ ചെറിയ നെഗറ്റീവ്സും എങ്ങനെ നമ്മളത് ചേഞ്ച് ചെയ്ത് പോസിറ്റീവിലേക്ക് ആക്കുന്നു, അവിടെയാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. ഇനി ഇത് ഷ്രെഡ് ചെയ്യണം. ഷ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇടണം. Apart from your കോവിഡ് ലൈഫ് അറ്റ് ഹോം, അതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംതിങ് ഡിഫറെന്റ് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് കോഴ്സസ് പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് ഓൺലൈൻ കോഴ്സസ്. കാരണം നമുക്ക് ഫ്രീ കിട്ടിയ ഒരു ടൈമാണല്ലോ അത്. അപ്പൊ എന്റെ കരിയറിന് എനിക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരുപാട് ഡിസൈനിങ് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത് കുക്കിംഗ് നല്ലോണം പഠിക്കാൻ തുടങ്ങി. സോ ഞാൻ ഒരുപാട് പുതിയ പുതിയ എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കി എന്റെ ഇതിൽ തന്നെ. നമ്മള് നമ്മളും പറയുന്ന വെച്ചാൽ ഒരു വീട്ടില് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. ഒബ്വിയസ്ലി ദിസ് ഇസ് ദ ഈസിയസ്റ്റ് വേ. എനിക്ക് കൈകൊണ്ട് ചെയ്യുന്നതാണ് എളുപ്പം. നിങ്ങൾക്ക് നിങ്ങളെ ഫോക്കായിട്ടും കത്തിയായിട്ടും ഒക്കെ ചെയ്യാം.
പുള്ളിക്കാരിയും ഹസ്ബൻഡും പോക്കറ്റ് ഹോം കഴിഞ്ഞു, ആ ഒരു ഘട്ടവും കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ഡേ പുറത്തിറങ്ങി. ഇറങ്ങിയ ദിവസം നിങ്ങൾ എന്താണ് ചെയ്തത്? കൊറോണയായി ലോക്ക്ഡൌൺ ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു 4 മാസം നമ്മൾ ഒരു നേരം പുറത്തിറങ്ങാണ്ട് വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 4 months നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 4 months വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് നമുക്ക് മനസ്സിലായി എന്തായാലും ഇങ്ങനെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിനോട് നമുക്ക് ജീവിക്കാന്നുള്ളത്. ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ആണിത്. നമ്മുടെ 2 ബ്രസ്റ്റ് പീസ് അല്ലേ? 2 ബ്രസ്റ്റ് പീസ്. സോ അതാണ് മെയിൻ ആയിട്ട് ഇടേണ്ടത്. ഇതിലേക്ക് ഇട്ടു ആൻഡ് ഇറ്റ്സ് ഡൺ. ഇനി ഇത് മസാലയായിട്ടൊന്ന് യോജിപ്പിക്കണം. ഫൈൻ. വിമർശനങ്ങൾ, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടാവില്ലേ? അത് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരും നമുക്ക്. അത് ഇപ്പൊ നമ്മൾ വളരാൻ സഹായിക്കുന്ന കമന്റ്സ് ആണെങ്കിൽ അത് പ്രശ്നമില്ല. അത് ഞാനത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് ഇപ്പൊ ഇതിന്റെ കോണ്ടന്റ് ക്വാളിറ്റീനെ പറ്റിയാ പറയുന്നതെങ്കിൽ ഐ ടേക്ക് ഇറ്റ്, എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളെ ഫിസിക്കലായിട്ട് ഫിസിക്കിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബോഡി ഷേമിങ് അങ്ങനെ മാത്രമല്ല, ബോഡി ഷേമിങ് മാത്രമല്ല, ലൈക്ക് അബ്യൂസീവ് ആയിട്ട് വരുന്ന കമന്റ്സ് അതൊന്നും ശരിക്കും ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇതിനൊന്നും റിയാക്ട് ചെയ്യരുത് എന്നുള്ളത്. നിങ്ങളത് മെന്റലി ഡൗൺ ആക്കാറുണ്ടോ? ഓഫ് കോഴ്സ് ആദ്യമൊക്കെ എന്നെ നല്ല രീതിയിൽ തളർത്തിയ ഒരു കാര്യമാണ്. പക്ഷെ ഞാനത് ഗ്രാജുവലി ഇപ്പൊ ഞാനത് മൈൻഡ് ചെയ്യലേ ഇല്ല. ഒരു കാരണം ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു. പക്ഷെ പറയേണ്ട സമയത്ത് എനിക്ക് ഉത്തരം കൊടുക്കണം തോന്നിക്കാൻ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ചെയ്യും. പിന്നെ അത് വേറൊരാളുടെ അടുത്ത് പോയി ചെയ്യാണ്ടിരിക്കണം അവരത്. സോ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ചെയിൻ അവിടെ ബ്രേക്ക് ആവുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇത് സാനിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് അതെ എവിടെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു ഡ്രീം ഉണ്ടോ? ഐ ഹാവ്. ഞാൻ ഇപ്പോഴും പഠിച്ചു വരുന്ന ഒരാളാണ്. മെല്ലെ മെല്ലെ ഓരോന്ന് ചെയ്തു വരുന്ന ഒരാളാണ് ഞാൻ. സോ ഫ്യൂച്ചറിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അത് വർക്കൗട്ട് ആവാൻ നോക്കാം. ഇൻഷാല്ലാ ഹോപ്പ്ഫുള്ളി എനിക്ക് ഇന്റർനാഷണലി ഈ ബ്രാൻഡ് അറിയപ്പെടുത്തണം എന്നുണ്ട്. അപ്പോൾ ഈ മസാലയിൽ ഇനിയിപ്പോൾ കുറച്ച് പെപ്പർ ഇടണം. ഓക്കെ. സോ ഒരു 1/2 സ്പൂൺ. ഓക്കെ. പിന്നെ കുറച്ച് ഗരം മസാല. ദിസ് ഈസ് ഇനഫ്, റൈറ്റ്? ഓക്കെ. ഡ്രൈ കൂടുതലാണോ? കൂടുതലാ? ഓക്കെ. സോ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഓക്കെ. സോ ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തിരിക്കുന്നു. അതെ. നിങ്ങൾക്ക് നിരവധി എൻക്വയറീസ് ഒക്കെ ഇപ്പോൾ വരുന്നില്ലേ കമ്പനീസിൽ നിന്നും ഇത് ചെയ്യണം? അതെങ്ങനെയാണ് ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? എങ്ങനെയാണ് അവരുടെ എൻക്വയറീസ് വരുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സോ ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്, ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എൻ്റെ കാര്യങ്ങൾ പേപ്പർ ക്രാഫ്റ്റ്സ് കൊണ്ടുവരാന്നുള്ളതിൽ തന്നെയാണ്. ബട്ട് അതിനുശേഷം ഞാൻ ഒന്ന് പോപ്പുലർ ആവാൻ തുടങ്ങിയപ്പോൾ ബ്രാൻഡ് സ്റ്റാർട്ടഡ് നോട്ടീസിങ് മീ. ഞാനിപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ഔട്ട്ഫിറ്റാണോ ഇട്ടത് ആ ബ്രാൻഡിനെ ടാഗ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ബ്രാൻഡ് സ്റ്റാർട്ടഡ് നോട്ടീസിങ് മീ. അങ്ങനെ ബ്രാൻഡ് കൊലാബറേഷൻസ് വരാൻ തുടങ്ങി. പിന്നെ അല്ലാണ്ട് തന്നെ ഒരു പ്രൊഫൈല് കണ്ടിട്ട് തന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ് റീച്ചിങ് മീ ഔട്ട്. ഇപ്പോൾ ഐ തിങ്ക് ഒരു പാർട്ട് ഓഫ് ജോബ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഫാദറും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഫോളോ ചെയ്യാറുണ്ടോ? രണ്ടാളിതൊക്കെ കാണുമ്പോൾ അവരുടെ എങ്ങനെയാണ് റിയാക്ഷൻ? ഇല്ല, ഉമ്മ ഇപ്പൊ എന്തെങ്കിലും ഉമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉമ്മ പറയും അതെന്താ അങ്ങനെ ആയിപ്പോയെ, നീ നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കുക എന്നുള്ളത് ഉമ്മ പറയും. ഡിഷ് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കഥ വരെ നമ്മുടെ തീർന്ന് ഫുള്ള് കഴിഞ്ഞ് ഇതുവരെ ഭക്ഷണമായിട്ടില്ല. ഒരു കാര്യം ഒരു ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കാം. അതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ടൈം കൂടുതൽ എടുത്തത്. എനിവേസ് നമ്മളെ മസാല സെറ്റ് ആയിട്ടുണ്ട്. ഇനി എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കണം. ജസ്റ്റ് കുറച്ച് പ്രശ്നം. കമ്പനീസ് ആയിട്ട് എങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത് ബ്രാൻഡ് കൊലാബറേഷൻ? സംടൈംസ് അവർ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ DM ആയിട്ട് പറയും. ചിലർ പ്രൊഡക്റ്റ് റിവ്യൂസിന് അയച്ചു തരും, എന്നിട്ട് പറയും ഇതൊന്ന് നിങ്ങൾക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലത് പെയ്ഡ് കൊലാബറേഷൻസ് ആയിരിക്കും, അതായത് ഒരു പോസ്റ്റിന് ഇത്ര ചാർജ് ഉണ്ടാവും, സ്റ്റോറി ചാർജ് ചെയ്യണം. ബട്ട് ഐ ട്രൈ ടു കീപ് ദാറ്റ്. അങ്ങനെ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കമ്പനീസ് ഷോർട്ട് ടേം കോൺട്രാക്ട് ആണോ ലോങ് ടേം കോൺട്രാക്ട് ആണോ? ചിലത് ഷോർട്ട് ടേം ആയിരിക്കും, ചിലത് 1 year കോൺട്രാക്ട് ഉണ്ട്. അതായത് മന്ത്ലി നമുക്ക് പ്രൊഡക്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ we can terminate it. ഇപ്പോൾ നിങ്ങൾ എക്സിസ്റ്റിംഗ് അങ്ങനത്തെ കോൺട്രാക്ട്സ് പെർമനന്റ് ആയിട്ട് ഉണ്ട്? അതെ, അതിപ്പോൾ ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്
പേപ്പർ ക്രാഫ്റ്റിംഗ് ആയിട്ടുള്ള 2 കമ്പനീസിലാണ്. ഒന്ന് അമേരിക്കൻ ക്രാഫ്റ്റ്സും ഒന്ന് വി ആർ മെമ്മറി കീപ്പേഴ്സും. അത് 1 ഇയറിലുള്ള ഞാൻ അവരുടെ ഡിസൈൻ ടീം മെമ്പറാണ്. അപ്പോൾ അതിൽ പെർ മന്ത് 2 അസൈൻമെന്റ്സ് ആയിരിക്കും ഉണ്ടാകുക. അതല്ലാണ്ട് ചിലപ്പം വോളണ്ടിയർ ചെയ്യേണ്ടി വരും ചില ഗസ്റ്റ് ആയിട്ട്. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യണം. എല്ലാ മാസവും എൻ്റെ ആകുമ്പോഴത്തേക്ക് 2 അസൈൻമെന്റ് നമുക്ക് തരും. നമ്മളത് സബ്മിറ്റ് ചെയ്യണം. ഈ 2 കമ്പനീസിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ടാസ്ക്. പിന്നെ ബ്ലോഗ് എഴുതി കൊടുക്കണം. എൻജോയിങ്. അത് നമ്മൾ 5 എഗ്ഗാണ് അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ ആം ടേക്കിംഗ് ഒരു ബിഗ് ആയിട്ടുള്ള ബൗള്. അപ്പോൾ ഇതാണ് നമ്മളെ ഫില്ലിങ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എഗ്ഗ് ഒഴിക്കണം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം ഈ എഗ്ഗ് ആയിട്ട്. നിങ്ങളുടെ ഭാവി പരിപാടി ഇനി എന്താണ് ഈ കിച്ചൺ ഇറങ്ങി കഴിഞ്ഞാൽ? ഭാവി പരിപാടി ഇപ്പോൾ ഡെയിലി ഓരോ കമ്മിറ്റ്മെന്റ്സ് ആണ് ഓരോന്ന് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ പ്ലാൻ ചെയ്യാനും എന്താവും എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടുതലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓരോ ഡ്രീംസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഡ്രീംസ് എന്ന് പറഞ്ഞ സാധനം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ ഒരു സാധനത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് എൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുള്ളതിൽ നിൽക്കുകയാണ് ഞാൻ ഇവിടെ UAE. അതെ, ഗ്ലോബൽ ആക്കണം. ആദ്യം UAE ഒന്ന് നല്ലോണം സെറ്റ് ചെയ്യണം. അങ്ങനെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊന്നും എന്തെന്നായാലും ഇങ്ങനെയുള്ളതിനൊന്നും ഇല്ല. ഷോർട്ട് കട്ട് ചിന്തിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ വിജയിക്കണമെങ്കിൽ should be straightforward and hard work. നമ്മുടെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെന്റ്. പിന്നെ ഒരു പോയിന്റിൽ നമുക്ക് വേണ്ടാന്ന് തോന്നുന്നു നമ്മൾ നിർത്തി കളയാണ്ടിരിക്കണം. അപ്പോൾ എല്ലാം കൂടി കലാശക്കോട്ടയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ തോന്നുന്നു ഇനി ഒരു സ്റ്റേജ് മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾ ഏവരും ഈ ഒരു എപ്പിസോഡ് ഇതുവരെ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഒരു ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. പുള്ളിയെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തിയ ഇതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തും. ഇതാണ് 2 കാര്യങ്ങളോട് നടക്കാൻ പോകുന്നത്. എന്തായാലും മേ അള്ളാഹ് സക്സീഡ് യു ടു ഓൾ ദ സക്സസ് യുവർ ഡ്രീംസ് ഇൻഷാല്ലാ. ഇങ്ങനെയുള്ള പല ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സ്മറിംഗ് പാൻ അതില്ലെങ്കിൽ യു ക്യാൻ യൂസ് നിങ്ങളുടെ കയ്യിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും പാൻ അവിടെ വെക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. വളരെ ലോ ആയിട്ട് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഈ സാധനം നമ്മൾ വേറൊരു പാനിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത് യു ക്യാൻ കീപ്പ് ഇറ്റ് ഫോർ 20 to 25 minutes. ഗീ എടുത്തിട്ട് നമ്മൾ ഈ ചുറ്റും ഒന്ന് പുരട്ടി വെച്ച് കൊടുക്കണം. ബ്രഷ് ചെയ്യണം. ഒരു 1 full teaspoon. എന്നിട്ട് വീട്ട് പൊട്ടിട്ട് ഒന്ന് ചൂടാക്കണം. എല്ലാവരും എത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രേക്ഷകരോടായാലും വേണ്ടപ്പെട്ടവരോടായാലും അറിയിക്കാനോ പറയാനോ ഉണ്ടോ? ഒരു ഫിക്സഡ് ടൈമിൽ ഇപ്പോൾ എന്ത് ടാസ്ക് ചെയ്യുകയാണെങ്കിലും അതൊരു പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, സോ എന്നാലും മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ടൈം ഫ്രെയിമിൽ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിൽ എന്ത് ചെറുതും വലുതും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പേ പ്രിപ്പയർഡും പ്ലാൻഡും ആയിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് വൺ തിങ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കുക. ആസ് ലോങ് ആസ് യു ആർ നോട്ട് ഹേർട്ടിങ് എനിബഡി. നമ്മളെ ഉള്ളിൽ എന്താണോ പറയുന്നത്, നമുക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള കാര്യങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഒരാൾ നമ്മുടെ മനസ്സിലൊരു ബോധം വന്ന് ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്, അതേ സാധനം ഒരു പോയിന്റിൽ വേറൊരാളെ മനസ്സിൽ കൂടെ വന്നിട്ട് അയാൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഞാൻ പലതും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മടി കൊണ്ടും എൻ്റെ ലേസിനെസ് കൊണ്ടൊക്കെ ഞാനത് നീട്ടി വെച്ച് നമ്മൾ സെയിം കാര്യം വേറൊരാളത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു കാര്യമായിരുന്നുണ്ട്. ഇറ്റ്സ് ടു ലേറ്റ്. അപ്പം 95% ആയിരിക്കുകയാണ്. 5% നമ്മൾ ആ ഒരു കുക്കിംഗ് ടൈമിന് കൊടുക്കുകയാണ്. അല്ല, മല്ലിച്ചപ്പ് കുറച്ച് മേലെ ഇടാം. ഇനി ഇത് മൂടി വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഫോർ another 20 to 25 minutes. So the last and final question. ഞാനൊരു എൻജിനീയറായിട്ട് ഞാൻ ആ ഫീൽഡിലോട്ട് ഇനി തിരിച്ചു പോകണോ എന്നൊരു ചിന്ത വരാറുണ്ടോ? നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? എനിക്ക് പലപ്പോഴും വരുന്നൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ച ആൾക്കാരാണ്. ഇത് നമ്മളെ പാഷനാണ് ഈ ചെയ്യുന്നത്. ഇതല്ല ഞാൻ ചെയ്യുന്നത് വേറെ. അപ്പോൾ അസുബിൻ ഇതാണ് പാഷൻ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ആ ഒരു 4 കൊല്ലം എന്ന് പറയുന്നത് സുബിൻ്റെ അറിയായിരിക്കും. നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ എക്സാമും ക്ലിയർ ചെയ്തതും ഓരോ ടൈമിനും. കാരണം
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉമ്മാനെ വിട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം, അത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും അതിലേക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം എപ്പോഴും വരുത്തുണ്ട്. ബട്ട് ഇവിടെ വന്നതിന് സമയത്തും എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വന്നിരുന്നു ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാൻ കംഫർട്ടബിൾ അല്ല. അതായത് ഒരു 9 to 5 ജോബിൽ പോയി ഇഷ്ടമില്ല എന്നല്ല, അതിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. So I choose this. Obviously it's education. Education is the most important part of a human. ഈ inaugural episode of Soravara with Zanist and good guys by Team Zubinology-യുടെ എല്ലാ വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. ഡു സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ്. ഷീ ഈസ് ഓൾസോ ദെയർ ഓൺ യൂട്യൂബ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, യൂട്യൂബിലുണ്ടാവും, ടിക്ടോക്കിനുണ്ടാവും, സകലപല എല്ലാ സോഷ്യൽ മീഡിയയിലും താഴെയുണ്ട്. ഡു സപ്പോർട്ടേഴ്സ്. അതേപോലെ ഈ കേക്ക് ഉണ്ടാക്കുന്നവർ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും നമുക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഈ ടെക്സ്ചർ ഇസ് സിംപ്ലി അമേസിംഗ്. കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടും ഇത്ര അടിപൊളി ആയിട്ടില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇത് കാണുന്ന ആൾക്കാരുടെ ഡയലോഗാണ്. ആവി പറന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ we can also invite Iman to taste. No, you can taste. You can come. Come here. Amazing. Just simply amazing. Flavor, perfect flavor. എരിവ് കൂടുതലും ഇല്ല, കറക്റ്റ് എരിവുണ്ട്, ഒരു ചായൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ലെറ്റ് ദ ക്യാമറ ഫോളോ ആൻഡ് ലെറ്റ് ഉമ്മ ടേസ്റ്റ് ദിസ്. ഉമ്മയും കൂടി വിലയിരുത്തിക്കോട്ടെ. സോ ലെറ്റ്സ് ഹെഡ് ദേർ. അപ്പം ദേ ഉമ്മ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു നമ്മുടെ ഷാഹിദ മഷൂദ്. ഒന്നുകൂടി കഴിച്ചു സൂപ്പറാ? ഉറപ്പാ? എത്ര മാർക്ക്? 100 തന്നെ എടുക്കാം. ഒന്ന് കുറക്കുമ്പോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ്. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ഡിഷ് ഉമ്മയുടെ തന്നെ നിങ്ങൾ റിവ്യൂ കേട്ടതാണ്, നമ്മളെല്ലാവരുടെയും റിവ്യൂ കേട്ടതാണ്. എന്തൊരു നല്ല ചിരിയാണ് ഇപ്പോൾ മോൾക്ക്, സന്തോഷം. അതിനേക്കാൾ അപ്പുറം ഇനി ഒന്നും കിട്ടാനില്ല. ബട്ട് ദിസ് ഈസ് വർത്ത് എ ട്രൈ. And I had a very good time here. അടിപൊളിയായി. ഞാൻ ചോദിക്കുന്നതിന് പോകാൻ ഞാൻ ചോദിക്കാൻ പോയതാണ്. It was amazing. ചോദിക്കേണ്ട ആവശ്യമില്ല. ഐ എം റിയലി ഹാപ്പി. ഒരു മെയിൻ റീസൺ എനിക്ക് ഇതിന്റെ പാട്ടാവാൻ പറ്റിയതിൽ, രണ്ടാമത്തത് ഇത് അടിപൊളിയായിട്ട് ഇറ്റ് കെയിം ഔട്ട് റിയലി ഗുഡ്. സോ ഐ എം ഹാപ്പി. ഇനി ഒരുപാട് ആൾക്കാർ ഇവിടെ വരട്ടെ, ഈ ഒരു ഷോ സക്സസ്ഫുൾ ആവട്ടെ. അപ്പോൾ that's all about it. So thank you Zanis for taking part in Soravara and see you again soon. Pinna last but not the least, do subscribe, share, like all our videos. എല്ലാ ലിങ്കും Zanisന്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Do support her, do support us and see you guys soon. Until next episode, signing off, Team Zubinology.